നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നാളെ +1 ഫിസിക്സിൻ്റെ പരീക്ഷയാണ്. ഏറ്റവും പ്രയാസകരമായ ഒരു പരീക്ഷകളിൽ ഒന്നാണ് സാധാരണ ഫിസിക്സ്. പക്ഷേ പറയുന്ന രീതിയിൽ കൃത്യമായി പഠിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയായിട്ട് മാറും അത്. ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സ് ആയാലും എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് അറിയാം. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസും എല്ലാം നിങ്ങൾ കണ്ടു പഠിക്കുക. അതിനുള്ള സമയം ധാരാളമുണ്ട്. നമ്മുടെ വീഡിയോ ഒരിക്കലും 5 മിനിറ്റോ 6 മിനിറ്റോ 5 മിനിറ്റ് കൂടുതലൊന്നും പോകത്തേ ഇല്ല. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ 3 ചാപ്റ്ററിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. 3 ചാപ്റ്ററിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം. അതായത് നിങ്ങൾ 3 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, നമ്മുടെ നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. പിന്നെ F=ma ഷോ ദാറ്റ് ഇമ്പൾസ് ഈസിക്കൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, 2 പ്രൂഫ് പഠിക്കുക. പിന്നെ റീകോയിൽ ഓഫ് എ ഗൺ, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് പഠിക്കുക. പിന്നെ ഉറപ്പായിട്ടും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതിൻ്റെ പ്രൂഫ് പഠിക്കുക. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ വൈ, ലൂബ്രിക്കൻസ്, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ബാങ്കിങ് ഓഫ് റോഡ്സ് നിർബന്ധമായിട്ട് പഠിക്കുക. എൻ്റെ ഡെറിവേഷൻ പിന്നെ എൻ്റെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. കാരണം 30 മാർക്ക് നമുക്ക് കിട്ടണം. പകുതി മാർക്കാണ്. 60ൽ 30 എന്ന് പറഞ്ഞാൽ പകുതി മാർക്കാണ്. പിന്നെ അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷനകത്ത് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് ഡെറിവേഷൻ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത്. കഴിഞ്ഞ വർഷം ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനോടാണ്. ഇത് പഠിക്കുക. ഇനി ഫ്ലൂയിഡ്സിനകത്ത് എല്ലാം അങ്ങ് പഠിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട തന്നെ അതിൻ്റെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതിൻ്റെ പ്രൂഫ് ഓഫ് പാസ്കൽസ് ലോ, ബെർണോളിസ് തിയറം, പ്രൂഫ്, ആപ്ലിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ടോറിസെല്ലിസ് തിയറം, ടെർമിനലോസിറ്റി, സ്റ്റോക്സ് ഫോർമുല, രണ്ടും ഒരേപോലെ നിൽക്കുന്നതാണ്. ക്യാപ്പിലാരിറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, സർഫസ് ടെൻഷനോടെ നോക്കിക്കൊണ്ട് പോവുക. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 30 മാർക്ക് സ്കോർ ചെയ്യാം. 1-2 മാർക്കല്ല. നമുക്ക് ഫിസിക്സിൽ ഇത്രയും ചെറിയൊരു വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുകയാണെങ്കിൽ ഇത് മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ കുട്ടികൾ പഠിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നിസ്സാര കാര്യമല്ല. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ മാഷ് വരും. വെയിറ്റ് ആൻഡ് സീ, നെവർ എവർ ഗിവ് അപ്പ്.